നമ്മൾ 14 തീയതി മെയ് 14 തീയതി 2024 നടന്നിട്ടുള്ള LGSൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത് ആൻസർ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ചോർച്ച സ്വതന്ത്ര ഉപജ്ഞാതാവ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, ഇന്ത്യയുടെ വന്ധ്യവയോധി എന്നറിയപ്പെടുന്നു. അതിൽ ആൻസർ 1C ആണ് വരുന്നത്. അതായത് മൂന്നാമത്തെ മാത്രമാണ് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനായിട്ടാണ് ആര്? ദാദാഭായ് നവറോജിയുടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് നമുക്ക് നോക്കാം ഏതാണ്, C ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രസ്താവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻസിൽ ഏതൊക്കെയുള്ളത്? ബാലഗംഗാധര തിലകൻ, ലാൽ ലജ്പത് റായ്, സുഭാഷ് ചന്ദ്രബോസ്, ബിപിൻ ചന്ദ്രപാൽ. എൻ്റെ ആൻസർ വരുന്നത് 2A, ബാലഗംഗാധര തിലകാണ്. അടുത്ത താഴെ തന്നിരിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അതിലെന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ആൻസർ വരുന്നത്? ഇതിലൊക്കെ കർഷകരുടെ ദുരിതങ്ങളുണ്ടായിരുന്നു, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, അതുപോലെ ശിപായിമാരുടെ ദുരിതങ്ങൾ. ശിപായിമാരുടെ എന്തായിരുന്നു? പന്നിമാംസം നിറച്ചിട്ടുള്ള റോയൽ എൻഫീൽഡ് തോക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ പല എല്ലുപൊടികളൊക്കെ ചേർത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവയെല്ലാം ശരിയാണ്, D ആണ് വരുന്നത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? ഏതാ വരുന്നത്? അരുണ ആസഫ് അലിയാണ്. B ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി രൂപീകരിച്ചത് ആരാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി രൂപീകരിച്ചത്? ആരാണ്? സൂര്യസെൻ ആണ് ആൻസർ വരുന്നത്. സൂര്യസെൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തേക്ക് നമുക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. പിന്നെ എന്തൊക്കെയാണ്? മലബാർ സ്പെഷ്യൽ പോലീസ് ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങളുടെ ചുമതല രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷൻ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയമാണ് കലാപത്തിൻ്റെ കാരണം. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 6D ആണ്. ഇതെല്ലാം ശരിയാണ്. 6D. ഇനി ഏഴാമത്തെ ചോദ്യം, കുണ്ട്ര വിളംബരം, നിവർത്ത പ്രക്ഷോഭം, മലയാളി മെമ്മോറി, ഗുരുവായൂർ. ഇതിൻ്റെ കാലക്രമം അനുസരിച്ചിട്ട് ഇതിനെ ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം C ആണ് വരിക. ആദ്യം 1, പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് മലയാളി മെമ്മോറി, കുണ്ട്ര വിളംബരം കഴിഞ്ഞിട്ട് മലയാളി മെമ്മോറിയിൽ, അത് കഴിഞ്ഞ് വന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് വന്ന നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചേരുംപടി ചേർക്കുകയാണ്. അയ്യങ്കാളി ഏതാണ് വരിക? സമത്വ സമാജമാണോ? സാധുജന പരിപാലന സംഘമാണോ? പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണോ? ആത്മവിദ്യാ സംഘമാണോ? ഇതിൽ ഓരോ നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളാണ് കൊടുത്തേക്കുന്നത്. ഏതാ വരുന്നത്? നമുക്ക് ചേരുംപടി ചേർക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ A ആണ് വരിക. ഒന്നാമത്തെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, 2, 3 അതായത് പൊയ്കയിൽ ശ്രീ കുമാരദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, മൂന്നാമത്തെ വാഗ്ഭടാനന്ദൻ, നാലാമത്തെ ആത്മവിദ്യാ സംഘം, 4, 1 സമത്വ സമാജം, വൈകുണ്ഠസ്വാമി സമത്വ സമാജം. താഴെ കൊടുത്തിരിക്കുന്ന ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചേക്കണം. കൃതി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചട്ടമ്പി സ്വാമി രചിച്ച കൃതി ഏതാ വരിക? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ B. അടുത്ത പേജിലേക്ക് പോകാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ്. TK മാധവൻ നേതൃത്വം നൽകി. K ഗോപാലും വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് B ആണ്. ഏതാ Bയിൽ വരുന്നത്? 1, അതുപോലെ തന്നെ 1, 2, 4 ആണ് വരുന്നത്. 1, 2, 4, 3 ഇല്ല. K ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നില്ല. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻ P ആണ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയേണ്ടതാണ്. ഏതാണ് വരിക? 1950 ജനുവരി 26. അടുത്തത്, 6 മുതൽ 14 വയസ്സുള്ള എല്ലാ കുട്ടികളും സൗജന്യം നിർബന്ധ വിദ്യാഭ്യാസം മൗലിക അവകാശം ഏത് ഭരണഘടനാ ഭേദഗതിയോടെയാണ്? ഏതാണ്? B. ഏതാ വരിക? 12ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്?
86 ഭരണഘടന ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്? ഏതാണ് വരിക? 4A മൗലിക കടമകളെക്കുറിച്ച് 4 നേരത്തെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് വരിക? സ്വത്തവകാശമാണ്. മൗലികാവകാശം നമുക്ക് ഏതൊക്കെ അറിയാം? സാംസ്കാരിക വിദ്യാഭ്യാസമായ അവകാശം, സമത്വമുള്ള അവകാശം, സ്വാതന്ത്ര്യമുള്ള അവകാശം, പിന്നെ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് അറിയാം അല്ലേ? ഇത്രയിൽ സ്വത്തവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇനി 15-ാമത്തെ നമുക്ക് നോക്കാം. 15-ാമത്തെ താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയിലുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്തത്, ലിഖിതമല്ലാത്തത്, അൺറിട്ടൺ ആയിട്ടുള്ളത് 15A ആണ്. ബ്രിട്ടനാണ് എഴുതാത്ത ഭരണഘടനയുള്ളത്. അതിപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കറണ്ട് അഫെയർ എന്ന് വന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോവാം. നിലവിലെ ലോക്സഭാ സ്പീക്കറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആരാണ് നിലവിലെ ഈ പറഞ്ഞ പോലെ ലോക്സഭാ സ്പീക്കർ? ഓം ബിർളയാണ് അല്ലേ? ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്ന മലയാളി, ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങളെ രൂപീകരിച്ച സംസ്ഥാനത്തിൻ്റെ പുനഃസംഘടനാ കമ്മീഷൻ അംഗം, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്, 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. ഇതിൽ ഏതാണ് വരുന്നത്? 18-ാമത്തെ ക്വസ്റ്റ്യനിൽ ഏതാണ് വരുന്നത്? B ആണ് വരുന്നത്. Aയും Cയും ആണ് ശരിയായ പ്രസ്താവന. B ഓപ്ഷനാണ് വരുന്നത്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ആര്? VP മേനോൻ. താഴെ തന്നിരിക്കുന്ന 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം. 19ാമത്തെ ചോദ്യം, ആരായിരുന്നു പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്നത്? SCR ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് കേട്ടോ. 19 ഏതാ വരിക? A ഗോവയാണ് വരിക. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ശില്പി? ആരാ വരിക? വിക്രം സാരാഭായി ആണ് ശില്പിയായിരിക്കുന്നത്. ഇനി ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഏത് രാജ്യത്തിൻ്റെയാണ്? ആലോചിക്കുക, ഏതാണ്? 21 C ആണ് ആൻസർ, റഷ്യ. ഇനി 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൽ മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, അതുപോലെ സുസ്ഥിര വികസനം. ഇതിൽ അതുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയാണ് അവിടെ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവർണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? ഉടമസ്ഥാപക സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ, ഇതൊക്കെ എന്താ സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇനി 24ാമത്തെ, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരെന്താണ്? നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഫൈൻ അടച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. 24B ആണ്, സേഫ് കേരള എന്നുള്ളതാണ്. ഏത് വരുന്ന 24B സേഫ് കേരളയാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് പ്രാചീന നദികൾ. താഴെ നൽകുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ B ആണ്. ഓക്കെ, 2 നർമ്മദ, താപ്തി എന്നുള്ള നദികൾ മാത്രമാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? അപ്പോൾ 1ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ അണ്ണാദുരൈയാണ്. 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? ഡോക്ടർ P വീരമുത്തുവേലാണ്.
അടുത്ത 27ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഇത്. കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഏലം കൃഷി ചെയ്യാൻ നമുക്ക് എന്താണ് വേണ്ടത്? ജിയോഗ്രഫിക്കലി നീർവാഴ്ചയുള്ള മണ്ണാണ് നമുക്ക് വേണ്ടത്. 28ാമത്തെ ചോദ്യം. അറബിക്കടലും ആദ്യത്തിൽ പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറബിക്കടലുമായിട്ട് ഷെയർ ചെയ്യാത്തത് ആരാണ്? നമ്മുടെ മഹാരാഷ്ട്രയാണ് വരുന്നത്. ഇനി അടുത്ത പേജിലേക്ക് പോവാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചിട്ടുണ്ട്. 29ാമത്തെ ക്വസ്റ്റ്യനിൽ സി ആണ് വരുന്നത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കുമാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. രേഖാംശ സ്ഥാനം വേറെയുണ്ട്. അടുത്തത് 30ാമത്തെ ചോദ്യം. ഗംഗ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചേക്കണത്. ഏതാണ് വരുന്നത്? അതിൻ്റെ ഓപ്ഷൻ വരുന്നത് 30 ഡി ആണ്. ഗാങ്ടോങ് ഗംഗയുടെ പോഷക നദിയാണ്. ബാക്കിയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിൽ നൽകുന്ന രീതിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? അതിൻ്റെ പേരിന് പറയുന്ന പേരാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെടികളെ വെള്ളത്തിൽ പോഷക ലായനി വളർത്തുന്നതാണ്. ഹരിതഗൃഹ കൃഷി അറിയാം നിങ്ങൾക്ക്. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നിശ്ചിതമായിട്ടുള്ള ചൂട് നൽകി ആ ഒരു കൃഷി രീതിയാണ്. പിന്നെ അതുപോലെ കൃത്യത കൃഷി, അതായത് എല്ലാതും മോയ്സ്ചർ കണ്ടൻറ്റും എല്ലാതും, അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. എല്ലാം ക്രമമായി രേഖപ്പെടുത്തി കൊടുക്കുന്നത് കൃത്യത രീതി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ട്രിപ്പിളിൽ നൽകുന്നതാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത 32ാമത്തെ ചോദ്യം നോക്കാം. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. 33ാമത്തെ ചോദ്യം. താഴത്തെ നൽകിയ പ്രസ്താവന ശരിയല്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. 33ാമത്തെ ചോദ്യത്തിൽ ബി ആണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണെന്ന് ഫസ്റ്റിനെ തെറ്റായിട്ട് ഉത്തരമാണ്. അടുത്തത് 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് ചോദിച്ചേക്കണം. ശ്രീകുമാരൻ തമ്പിയാണെന്നുണ്ട്. അതിൻ്റെ കൃതിയാണ് ചോദിച്ചേക്കണത്. 34 ജീവിതം ഒരു പെൻഡുലം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 34 ബി ആണ് അതിൻ്റെ ആൻസർ. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? 2023 ആചരിച്ചത്? കഴിഞ്ഞ പോലെ നമ്മൾ ആചരിച്ചത് ഏതാണ്? ചെറുധാന്യ വർഷം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? ഏതൊക്കെ? അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ പെടാത്തത് പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കണത്. ഇവയൊക്കെ പെരിയാറിൻ്റെ മുതിരമ്പുഴ, പെരുഞ്ചാംകുട്ടിയാർ, അതുപോലെ തൊടുപുഴയാർ, കട്ടപ്പനയാർ, ഇതൊക്കെ പെരിയാറിൻ്റെ പോഷക നദികളാണ്. ഇനി ചേരുംപടി ചേർക്കാം. 37ാമത്തെ ചോദ്യം. അതിൽ ഈ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് വരുന്നത്? 37ാമത്തെ ചോദ്യത്തിൽ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതിൽ 1 നെയ്യാറ് 1 തിരുവനന്തപുരം. ചെന്തുരുണി അത് എവിടെയാണ് വരുന്നത്? കൊല്ലത്ത് തന്നെയാണ്. കരിമ്പുഴ മലപ്പുറത്താണ്. കൊട്ടിയൂർ കണ്ണൂരാണ്. 38ാമത്തെ ചോദ്യം വരുന്നത്. നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? 38ാമത്തെ ചോദ്യം. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനമായ ജേതാക്കൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വൈസ്മാനും. ഇവർക്ക് എന്തിനാണ് കിട്ടിയത്? അവർക്ക് MRI വാക്സിൻ വികസിപ്പിച്ചതിനാണ് ഇത് കിട്ടിയത്. ഇനി അടുത്ത ചോദ്യം. ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാക്കിയൊക്കെ തെറ്റായതാണ്. ഇനി അടുത്തത്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ പോത്തുങ്കലാണ്. തണ്ണീർമുക്കം മണ്ണ് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായലിലാണ്. അടുത്തത് 42ാമത്തെ ചോദ്യത്തിൽ മുതിരപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടെത്തും. അപ്പോൾ അതിൽ 3ാമത്തെ ശബരിഗിരി, ഷോളയാർ മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിലെ ചരിത്ര പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത്. അതിൽ ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണത്. ബാക്കിയൊന്നും ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നില്ല. ഈ 44ാമത്തെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് ആദ്യമായിട്ട് നോൺ മീൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡി ഏതാ വരുന്നത്? സുന്ദർബൻ ഡെൽറ്റ എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഡിസംബർ 1 ദുബായിൽ നടന്നിട്ടുള്ള COP, അതായത് COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം.
കാലാവസ്ഥ വ്യതിയാനമായിട്ടാണ് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം, മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണമാണുള്ളത്. അടുത്തത് 48ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ തീവണ്ടിയുടെ ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് തിരൂര് പേപ്പൂരാണ്. ലാക്ടോമീറ്റർ എന്തിനെ ബന്ധപ്പെട്ട് പാലിൻ്റെ എത്രത്തോളം വെള്ളം അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനൊക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാക്ടോമീറ്റർ. UK, ഇന്ത്യ, കെനിയ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളാണെന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് നൈട്രജനാണ്. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് ജീവകമേ, വൈറ്റമിൻ D. അതുമായിട്ട് ഉണ്ടാകുന്ന രോഗം കാണാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലുമായിട്ടാണ്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലാണ് പറമ്പിക്കുളം ഉള്ളത്. താഴെ കൊടുത്ത പ്രസ്താവന പരിശോധിച്ച് ശരിയായത് ഏതാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ 1, 2, 3 ഇതൊക്കെ ശരിയാണ്. അതുപോലെ 4ാമത്തെ തെറ്റാണ്. 2023 കേരളത്തിലെ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്. ഇനി പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ ഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് അത് ഉറുമ്പുകൂടിയാണ്. അതിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അടുത്ത വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനിയിൽ എയറോപോണിക്സ്, അതിൻ്റെ നേരത്തെ ഓപ്ഷനിൽ നമ്മൾ നോക്കിയതാണ്. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്തത് ആറ്റത്തെ സംബന്ധിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിച്ചിട്ട് ശരിയായത് ഏതാണെന്ന് കണ്ടെത്താം. ഇനി ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1 അതുപോലെ 3 ആറ്റത്തിൻ്റെ കേന്ദ്ര ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോണിക് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന അല്ല, തെറ്റാണ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അപ്പോൾ 1, 3 താഴെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് ലോഹമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. ഇനി പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ പാരപ്പറ്റിലാണോ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം? ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു എന്നാണ് ഓപ്ഷൻ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ്? ഒഡീഷയിലുള്ള സംസ്ഥാനങ്ങളുടെ മലനിരയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായത് സ്പെയിനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. താഴെ തന്നിരിക്കുന്നതിൽ വിസർജനാവയവം അല്ലാത്തത് നമുക്ക് നോക്കാം ഏതാണ്? ഹൃദയമാണ്, വൃക്ക, ത്വക്ക്, ശ്വാസകോശമൊക്കെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം എയ്ഡ്സ് ആണ്. നമുക്കറിയാം HIV വൈറസ്. ഇനി പുകവലി മൂലം ശ്വാസകോശം, വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് പൊട്ടുകയും അതിൻ്റെ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നതിനെ എംഫസീമ എന്ന് പറയുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ. അടുത്തത് എന്തിനു വേണ്ടിയിട്ട്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേട്ടോ എൽസ എന്ന് പറയുന്നത്. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ കൊടുക്കുന്നതിൽ ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 2023 പരിസ്ഥിതി ദിനം. ദഹനഫലമായ പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം അമിനോ ആസിഡാണ്. കാൽവിരലുകൾക്കുള്ളിലും പാദങ്ങൾക്കും ചൊറിച്ചിലുണ്ടാകുന്ന അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രമേഹം എന്ന രോഗത്തിന് ഉണ്ടാകുന്ന ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് പ്രമേഹം ഉണ്ടാകുന്ന? നമുക്കറിയാം ഇൻസുലിൻ. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കക്കോടി, കോഴിക്കോടാണ്. 2023 സ്പെയിനിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ സ്വാമിനാഥനാണ്. ബി ഓപ്ഷൻ. ഹൃദയത്തിൻ്റെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം പെരികാർഡിയമാണ്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ BCG ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഈ കണക്കിൻ്റെ സെക്ഷനിലേക്ക് വരികയാണ്. ഒരാൾക്ക് 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം കാണുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 8%. അടുത്ത 82ാമത്തെ കണക്കിൽ ബോർഡ് മാസ് വെച്ച് ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ എ 18. അടുത്തത് ഒരു ബസ്സിൻ്റെ വേഗത 52 km/h ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അത് വെച്ച് കാണുന്നത് 312 km നമുക്ക് കിട്ടും. ഇനി 1 മുതൽ 9 വരെ സംഖ്യകളുടെ തുക 45 n+1 വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇനി കൂട്ടത്തിൽ പെടാത്തത് ബാക്കിയൊക്കെ എന്താണ്? 4 സൈഡഡ് ആണ്.
ത്രികോണം 3 സൈഡിലാണ്. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? 17 മീറ്ററാണ്. മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവും അച്ഛൻ്റെ പ്രായം എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? അപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. 240 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 2, 4, 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന 20. ഇനി 9:3, അതുപോലെ 64, അതായത് അതിൻ്റെ ജോഡി നോക്കിയിട്ടാണ്. 3ൻ്റെ സ്ക്വയറാണ് 9, 8ൻ്റെ സ്ക്വയർ 64. അങ്ങനെ ക്രമമായിട്ട് പൂരിപ്പിക്കാൻ ഡിഫറൻസ് കാണുമ്പോൾ 3 വരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ബി 11. ഇനി ഇതിൽ ഡെസിമൽ രൂപത്തിൽ ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരം 0.1 ആണ് വരിക. മാർക്കുകളുടെ ശരാശരി എല്ലാം കൂടി കൂട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 42 നമുക്ക് ഉത്തരം കിട്ടും. ഡി ആണ് ഓപ്ഷൻ. അടുത്തതിൽ ഈ സാധാരണ പോലെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? അതിൻ്റെ ബേസ് ശരിയാക്കണം. LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1/4 ആണ് നമുക്ക് കിട്ടുക. പീൻ്റെ വാല്യൂ വരുന്നത് 5 ആണ് സോൾവ് ചെയ്ത് വരുമ്പോൾ. ഇതിൽ ഒരു വരിയിൽ നിന്നുള്ള ദൂരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമുക്ക് കണക്ക് കൂട്ടി വരുമ്പോൾ ആകെ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്? 12 ആണ്. 95ാമത്തെ 96ാമത്തെ ചോദ്യം 102 ആണ് വരുന്നത്. ഇനി 5 സ്ക്വയർ 25 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസിമൽ ഫോം വരുമ്പോൾ 0.25 ആണ് വരിക. ഇനി ഓപ്ഷൻ ഡി. 98ാമത്തേലെ എത്ര വേണ്ട എക്സ് വെച്ചിട്ട് ചെയ്യാൻ നമുക്ക് 100 പറഞ്ഞ പോലെ 8 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 92. പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 10, 12ൻ്റെ ഇടയിൽ 11 സ്ക്വയർ -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനാണ്. അപ്പോൾ രണ്ടും BH ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് നോക്കാം. അപ്പോൾ 11 × 8 കിട്ടുമ്പോൾ 88 കിട്ടും. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നല്ല കട്ട് ഓഫ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസറുകളും ഈ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കി പഠിക്കുക. ഇതിൻ്റെ റെലവൻസി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. അതുപോലെ കാര്യങ്ങളൊന്ന് നോക്കി അടുത്ത എക്സാമുകൾ പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.